ഈ ആധുനിക പക്ഷേ ആശ്രമങ്ങളും സന്യാസ സങ്കല്പങ്ങളും ഒക്കെ തന്നെ കുറിച്ച ഒരു വ്യതിരിക്തമായ വ്യത്യസ്തമായൊരു വഴി വ്യക്തിത്വമായിരുന്നു പറയാൻ ഗുരു കടന്നു ചെല്ലാത്ത മേഖലകളിൽ ഗുരുവിന്റെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എന്റെ ബ്രഹ്മവിദ്യ പഠനത്തിന്റെ ആരംഭ കാലത്ത് ഏതാനും മാസങ്ങളോടൊപ്പം ഗുരുവിനൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നു. പക്ഷെ ആ അത്ഭുത പുരുഷന്റെ അപൂർവമായ വ്യക്തിത്വത്തെ സ്വീകരിക്കാനുള്ള ക്ഷമത ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തിനൊപ്പം കഴിയുന്നത്, ഗുരുകുലത്തിൽ അധിവസിച്ചത്. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ രചനകൾ അത്ഭുതത്തോടെ ആർത്തിയോടെ ഞാൻ മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ കേരള സമൂഹവും ലോകമൊക്കെ ഓഷോയുടെ പുസ്തകങ്ങൾ വായിക്കുന്നത് ആർത്തിയോട് വായിച്ചൊരു കാലഘട്ടത്തിലായിരുന്നു. ഗുരുവിന്റെ നിരീക്ഷണം, ഗുരുവിന്റെ രീതി, ഗുരുവിന്റെ ചിന്തകൾ അത് എന്നും ഒരു ഇന്ത്യ നൂതനമായി എന്ന് പറയാതിരിക്കാൻ സാധിക്കും. ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന പുസ്തകം വായിക്കുന്നു. ആധ്യാത്മികതയുടെ ആഴങ്ങളെ സ്പർശിക്കുന്ന ഭഗവത്ഗീത സ്വാധ്യായം, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം, ദർശനമാല, ദീർഘമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കൃതികളെ കുറിച്ചുള്ള രചനകളിലെല്ലാം തന്നെ പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്കൃതത്തെ കൂടുതൽ ആഴത്തിൽ, സംസ്കൃത സാഹിത്യത്തെ അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചേർന്നുള്ള പാണിനീയ സൂത്രങ്ങളെയൊക്കെ ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ഉപനിഷത്തുകളുടെ സാരാംശത്തെ ഒരു ബ്രഹ്മചാരിക്ക് സന്യാസിക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയെന്ന് വിചാരിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. അത്തരത്തിൽ പാണിനീയ വ്യാകരണ സൂത്രങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങാതെ തന്നെ അത്രയധികം ആഴത്തിൽ ഒരു വിദ്യഗുരു അതിനെ സ്വീകരിക്കാതെ തന്നെ ഉപനിഷത്തുകളിലെ മഹത്തായ ആശയങ്ങളെ വളരെ ലളിതമായി മധുരമായി ഏതൊരു സാധാരണക്കാരന് ഗ്രഹിക്കാൻ പറ്റുന്ന ഭാഷയിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ഒരിക്കൽ ഗുരു ദൂരദർശൻ കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൽ ഗുരു തുറന്ന് പറയുന്ന ഒരു കാര്യം, അദ്ദേഹം എഴുതുന്ന സമയം അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ഭാഷകളിലെയും ഉള്ള സാഹിത്യങ്ങളെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അത്തരം പ്രതിപാദനരായിട്ടുള്ള മഹാവ്യക്തിത്വങ്ങളെ അടുത്ത് പരിചയിക്കുകയും ഏതൊരു വിശ്വവിജ്ഞാന കോശം പോലെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു എഴുത്ത് എന്നുള്ളത് ഒരുപക്ഷെ നളിനി, ചിന്താവിഷയായ സീത, ദീർഘനാരദീപ ഉപനിഷത്ത് മുതലായ ആ കാവ്യങ്ങളിലേക്ക് ഉപനിഷത്തുകളിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഭാഷയെ ഉപയോഗിച്ചിരുന്നു. വ്യക്തി, ഞാനും ആശയവും ഭാഷയും തമ്മിലുള്ളൊരു താതാത്മ്യത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഭാഷ ഇത്ര മധുരമായി വേദികളില്ലാതെ, അതിരുകളില്ലാതെ, മതിലുകളില്ലാതെ ഭാഷയെ ഉപയോഗിക്കുകയും മതങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ മാനവികതയെ, സ്നേഹത്തെ, പ്രത്യേകിച്ച് ആ മഹാപുരുഷന്റെ സൗരഭ്യം നുകർന്ന കൂടെ കടന്ന ഈ ശൗകത്തിനെ പോലുള്ളവരെ അനുഭവിച്ചറിഞ്ഞ പ്രണയം എന്ന് പറയുന്ന വിസ്മരിച്ചു കളയുന്ന, വിട്ടുകളയുന്ന ഒന്നിനെ നമ്മുടെ ഉള്ളിൽ കൊളുത്തി വെക്കാൻ സാധിച്ചു എന്നുള്ളത് നിത്യ ചൈതന്യ രവിയെന്ന ഗുരുവിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ്. സന്യാസിമാർക്ക് അപ്രാപ്യം, സന്യാസിമാരെ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നൊക്കെ പറയുന്ന പ്രണയം, ഈ പ്രണയത്തിന് പല ഭാവങ്ങൾ. പക്ഷെ ബൃഹദാരണ്യ ഉപനിഷത്തിലെ യാജ്ഞവൽക്യനെയും ഗാർഗിയെയും
അതുപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങളുമായിട്ട് അതിലെ മന്ത്രങ്ങളുമായിട്ട് സ്വര ഐക്യം നിരത്തുന്നതായിട്ട് ഗുരു തന്നെ പറയും. ഞാൻ അവരുമായിട്ട് മാറുകയാണ്. അത് തന്നെ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ബൃഹദാരണ്യക വ്യാഖ്യാനം ചമയ്ക്കുന്ന സമയത്ത് ബൃഹദാരണ്യക ഉപനിഷത്ത് വലിയ ഉപനിഷത്തിന്റെ അനേകം തത്വങ്ങളെ പ്രതിപാദിക്കുന്ന വേദാന്ത തത്വങ്ങളെ പ്രതിപാദിക്കുന്ന ആ ഒരു വൃക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പകർന്നു തരേണ്ടത് നമ്മൾ അതുമായിട്ട് താതാത്മ്യം വിടുകയാണ്. നമ്മൾ അതിന് ആ കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ ഈ ആത്മീയനും ഗാർഹിയൊക്കെ ഇട്ട് ഞാൻ മാറുകയുണ്ടായി, ഞാൻ ആ മന്ത്രവുമായിട്ട് മാറുകയുണ്ടായിരുന്നു. അങ്ങനെ അതിലൂടെയാണ് പലപ്പോഴും എനിക്ക് എന്റെ തന്നെ ഉള്ളിൽ ഞാൻ സ്വീകരിക്കുന്ന, ഒരുപക്ഷെ ഗുരു പറയാതെ പറയുകയും പല ഗ്രന്ഥങ്ങളെയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുവിന്റെ ഒരു അന്വേഷണ രീതി ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാതെ തന്നെ സഹയാത്രികനെ അന്ന് കൂടെ ഈ കേരളത്തിന് വെളിയിലുമൊക്കെയുള്ള നിരവധി സാധാരണക്കാരും ബുദ്ധിജീവികളും ഉൾപ്പെടെയുള്ളവര് ഗുരുവിന്റെ ചാരത്ത് വന്നണയുകയും ആ സവിധത്തിൽ വെറുതെ നോക്കിയിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഗുരു പറയുന്നത് ഭാഷ ശരിക്കും മൗനമാകാറുണ്ട്. ആ മൗനത്തിലൂടെയാണ് ആ സമയത്ത് എല്ലാം സ്വീകരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. ഈ ബൃഹദാരണ്യക വ്യാഖ്യാനത്തിന് ഒരു സ്ഥലത്ത് ഗുരു സമ്മതിക്കും. അത് അനുഭവിച്ചറിഞ്ഞ അതുകൊണ്ടായിരിക്കാം പിന്നീട് അത് അനുഭവിച്ചറിഞ്ഞതിന് മുന്നേ നടരാജഗുരുവിന്റെ ശ്രീനാരായണഗുരുവിന്റെ ശിഷ്യനായ നടരാജഗുരുവിന്റെ ആശയങ്ങളെ സ്വീകരിക്കാൻ പല സ്ഥലത്തും സഞ്ചരിച്ച് ഊട്ടിയിൽ അത് ഗുരുവിന്റെ ശിഷ്യനായതിനു ശേഷം ഗുരുവിനൊപ്പം ഉണ്ടായിരുന്ന രമണ മഹർഷിയിൽ നിന്ന് സന്യാസം സ്വീകരിക്കുക, അവിടെ കൊണ്ടുവച്ച് വിട്ടുന്നില്ല. പക്ഷെ സ്വയം ആ സന്യാസം കാവ്യവസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ കാലം നമുക്ക് ഒരുപക്ഷെ ഇപ്പൊ നമ്മുടെ ഈ നിത്യഗുരുവിനെ സ്മരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വവിജ്ഞാന കോശത്തെ ഒരു 10 മിനിറ്റിൽ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുകയില്ല. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, നമ്മൾ വിട്ടുകളെ നമ്മൾ സ്വീകരിക്കാതിരിക്കുന്ന, നമ്മൾ സമീപിക്കേണ്ട, ഏതിനെയും സമീപിക്കേണ്ട എത്രയോ സിനിമയും ശാസ്ത്രവും കലയും സംഗീതവും അതുപോലെ നൃത്തവും എല്ലാ മേഖലകളിലൂടെയും ഗുരു സമീപിക്കുന്നത് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ്. ഗുരുവിന്റെ സമീപനം സൗന്ദര്യാത്മകമായ ദർശനമാണ്. ഗുരു സൗന്ദര്യത്തിലൂടെ കാണാൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ഏറ്റവും ചാരുതയാണ്, ഏറ്റവും മനോഹാരിതയുണ്ട്, പ്രണയത്തോടെ ദൈവത്തെ പോലും സമീപിക്കുകയാണ്. അതുകൊണ്ടാണ് മിസ്റ്റിക് കവിതകളെയൊക്കെ ഒരുപക്ഷെ സന്യാസത്തിന് പോലും ഒരു കാൽപ്പനികതയുടെ രൂപവും ഭാവവും സൗന്ദര്യവും പകർന്നു നൽകിയത് ഈ ഇന്ത്യയിൽ നിത്യജന രീതി തന്നെയാണ്. ഏത് ആശ്രമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഈ പ്രൗഢമായ വേദാന്ത സത്യത്തിന്റെ സങ്കീർണതയെ ഗ്രഹിച്ച് മസിൽ പിടിച്ച് ചിരിക്കാൻ പറ്റാത്ത ഒരുതരം തെരുവിന്റെ പുറത്ത് ജീവിക്കുന്ന സന്യാസ മഠങ്ങളും മഠാധിപരുടെ ഇടയിൽ ഇത്ര മധുരമായ ഒരു ലോലമായ ഒരു സംഗീതത്തിന്റെ ഒരു പോലെ, അല്ലെങ്കിൽ ഓടങ്ങളിൽ ഒഴുകി വരുന്ന ഒരു സംഗീതത്തിന്റെ മധുരമായ നാദം നമ്മെ അങ്ങ് ജീവിക്കുന്നത് പോലെ നമ്മുടെ ഇടയിലൂടെ ജീവിച്ചു പോയ ഒരു പുണ്യാത്മാവാണ് നിത്യജീവിതം. അതിന് ഞാൻ ഷൗക്കത്തിനെ പോലുള്ളവരെ കുറച്ചുകൂടെ മേധ വന്നതിന് ശേഷമായിരിക്കാം അത് നുകരാൻ കഴിഞ്ഞത്. പക്ഷെ ഒരിക്കലും അതിന്റെ ഗ്രന്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന സമയത്ത് പുണ്യസുഹൃത കൊണ്ട് കുറച്ചു നാളെങ്കിലും എനിക്ക് വസിക്കാൻ കഴിയും. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അല്പമായെങ്കിലും നമുക്ക് ആ മഹാഗുരുവിന്റെ ചിന്തയെയും പ്രവർത്തനത്തെയും സമീപനത്തെയും ലോകത്തെ മനുഷ്യരെ വാർത്തെടുക്കുന്നത് ദൈവങ്ങൾക്കപ്പുറം സ്നേഹത്തിനും പ്രണയത്തിനും പരമപ്രധാനമായിട്ടുള്ള സ്ഥാനമുണ്ടെന്ന് ജീവിച്ചു കാണിച്ച പുണ്യാത്മാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ടിരുന്നു. ഗുരു വിദ്യയുടെ 25ാം സമാധി വർഷം 100ാം ജന്മവാർഷികവുമാണ്. നമ്മുടെ KCBCയുടെ എല്ലാ മാസവും നടത്താറുള്ള വാങ്മയം സാഹിത്യ ചർച്ചകളാണ് കൂടുതൽ. ഈ മാസം വളരെ പ്രത്യേകമായി ഗുരു നിത്യയെ
ഓർത്ത് സംസാരിക്കുന്നതിന് ഒരു അവസരമായി കരുതുകയാണ്. ഏറെ അനുഗ്രഹീതമാണ് ഈ ദിവസം. വാങ്മയം നടത്തുന്ന ദിവസം മഴ പെയ്യുന്നത് ഒരു ചടങ്ങായി മാറിയതുകൊണ്ട് മഴ തോരാൻ കാത്തുനിൽക്കുന്നവരുണ്ടാവാം. ഇന്ന് ഏറെ പ്രിയപ്പെട്ട ഒരു അതിഥി നമ്മോടൊപ്പമുണ്ട്. ഗുരുകുലത്തിന്റെ അഗ്രേറ്റിംഗ് സെക്രട്ടറി, നിത്യ ചൈതന്യതയിൽ നിന്ന് സന്യാസം സ്വീകരിച്ച സ്വാമി യാഗീശ്വരൻ. ഏറെ ആദരവോടെ സ്വാമിയെ കാണുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാമി നന്ദാത്മജാനന്ദ സ്വാമിജികളാണ്. അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ചിത്രം വരച്ചുകൊണ്ട്, ഗുരുവിന്റെ ചിത്രം വരച്ചുകൊണ്ട് അദ്ദേഹം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തൃശ്ശൂര് ആശ്രമത്തിൽ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ വളരെ ഹൃദ്യമായ സ്വാഗതവും സ്നേഹവും നൽകുന്ന പ്രിയപ്പെട്ട വളരെ തിരക്കുകളുള്ള ഒരു വ്യക്തി, സന്യാസി, ഏറെ സ്നേഹത്തോടെ KCBCയുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. സെബാസ്റ്റ്യൻ പോൾ സാറ് ഏറെ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. വളരെ അധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം. സ്വാമി ശിവസ്വരൂപാനന്ദ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് കാരണമായത് നമുക്ക് ജോൺ മത്തായി സാർ വഴിയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ശിവഗിരി ഗ്രാമവിദ്യാലയത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി കാഞ്ചീപുരത്ത് തമിഴ് പഠിക്കുകയും ഒട്ടേറെ പുസ്തകങ്ങൾ രചിക്കുകയും ഒക്കെ ചെയ്ത ഒരു മഹാത്മാവാണ്. ഏറെ ആദരവോടെ സ്വാമി പ്രവർത്തിച്ചു. ഏറ്റവും ഒടുവിലേക്ക് പ്രിയപ്പെട്ട മുഖ്യത്താറിന്റെ പേര് മാറ്റിവെച്ച ഏറെ പരിചിതരാണ് അദ്ദേഹം. ഈ പൊതു സമൂഹത്തിൽ കഴിഞ്ഞ മെയ് മാസത്തിലെ മാതൃഭൂമിയിലെ യതിമൂർച്ച എന്ന ലേഖനം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ഒരുപാട് വായിക്കുകയും ഒക്കെ ചെയ്താണ്. എനിക്ക് മനസ്സിലാക്കാൻ ഏറെ താല്പര്യമുള്ള എല്ലാ മനുഷ്യരുടെ ഇടയിലേക്ക് ലേഖനമായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഏറെ ആദരവോടെ KCBCയിലേക്ക് സ്വാഗതം. ഈ KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ബഹുമാനപ്പെട്ട ജേക്കബ് പാലക്കാപ്പള്ളച്ചൻ POCയുടെ ഡയറക്ടർ കൂടിയാണ്. വാങ്മയം എന്ന ഈ ചടങ്ങിന്റെ മുഖ്യ സംഘാടകർ ജേക്കബച്ചനാണ്. സ്നേഹപൂർവ്വത്തിനെ ഒരുപാട് സ്വാഗതം ചെയ്യേണ്ടതും എടുത്തു പറയേണ്ട പേരുകളുള്ള ധാരാളം ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ചിത്രം വരച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ സ്മൃതി നിത്യസ്മൃതി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്വാമി നന്ദാത്മജാനന്ദ സ്വാമിയെ ഏറെ ആദരവോടെ സ്വാഗതം. नजरिया लागे कहीं ओ नजरिया लागे कहीं ओ